തിരുവനന്തപുരം അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവ് ശ്രീ CP ജോൺ അവിടെ വിജയിക്കുവാൻ അവസരമുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ മണ്ഡലത്തിന് നാലാമതൊരു മന്ത്രി ഉണ്ടാകാനുള്ള സാഹചര്യത്തെ നമുക്ക് കുറച്ച് കാണാൻ കഴിയത്തുമില്ല. അവിടെ മത്സരിക്കുന്ന മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ ശ്രീ കരമന ജയൻ NDAക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ ശ്രീ സുധീർ കരമന എന്ന കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ SFIയുടെ ഭാഗമായിരുന്ന അദ്ദേഹം LDFന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട്. തിരുവനന്തപുരം തീരപ്രദേശത്തെ ഈ മണ്ഡലത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി BJPക്ക് കഴിഞ്ഞ നാളുകളിൽ ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടിൻ്റെ ശതമാനത്തിൽ വലിയ വ്യത്യാസമുണ്ടാകാതെ അവർ അവിടെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നതാണ്. ഏറെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി സാമൂഹ്യമായി വലിയ പ്രതിസന്ധികൾ നേരിടുന്ന തീരപ്രദേശത്തെ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം മണ്ഡലം വികസന കാര്യത്തിൽ വലിയ പ്രതീക്ഷകൾ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. ഇവിടെയാണ് ശ്രീ CP ജോണിനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധേയനായ എന്നാൽ നാളിതുവരെയായി അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുവാൻ അവസരം ഉണ്ടായിട്ടില്ലാത്ത ശ്രീ CP ജോൺ വിജയിച്ചാൽ അത് ഒരേ സമയം ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയന്റെ വളരെ ശക്തനായ നേതാവായി തുടരുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ CPIM വിട്ട് UDFന്റെ ഘടകകക്ഷിയായി മാറി കഴിഞ്ഞ 30 വർഷക്കാലത്തോളം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയാൽ അത് UDFലെ ഏറ്റവും ആകർഷകമായ ഒരു മുഖമായി അദ്ദേഹത്തിന് മാറാൻ കഴിയും. അത് തിരുവനന്തപുരം മണ്ഡലത്തിന് വലിയ ചില ഗുണങ്ങൾ ലഭിക്കുമെന്നും ആ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നുണ്ട്. തീരദേശത്തെ സമുദായ താല്പര്യങ്ങളുമായി കുറച്ചെങ്കിലും അടുത്ത് നിൽക്കുന്നത് ശ്രീ CP ജോൺ ആണ് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി മത്സരിക്കുന്ന അവരുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനെ രാഷ്ട്രീയമായി ഒരു മുൻതൂക്കം ലഭിക്കുന്ന തരത്തിലാണ് അവരുടെ ഇടപെടലുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ UDFും BJPയും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട മത്സരം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു തിരുവനന്തപുരത്തെ അസംബ്ലി മണ്ഡലത്തിലെ പ്രചരണങ്ങൾ.